ഒരു കാലത്ത് അൽ അന്തലൂസിലെ ഇന്നത്തെ സ്പെയിനിലെ സെവിയ നഗരത്തിൽ കൃഷിയെ വെറും ഉപജീവന മാർഗമായി കാണാതെ അതിനൊരു ശാസ്ത്രമായി പഠിച്ചിരുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു. 12-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന പ്രശസ്ത കൃഷി ശാസ്ത്രജ്ഞനായിരുന്നു ഇബ്നുൽ നവാം. മുഴുവൻ പേര് അബു സക്കറിയ യഹ്യ മുഹമ്മദ് ബിനു അഹമ്മദ് ബിനു അൽ നവാം. അദ്ദേഹത്തിന്റെ ശ്രദ്ധ ആകാശത്തേക്കാൾ കൂടുതൽ പതിഞ്ഞത് മണ്ണിലേക്കും ചെടികളിലേക്കുമായിരുന്നു. ഒരു ചെടി എങ്ങനെ വളരുന്നു, ഏത് മണ്ണിലാണ് നന്നായി വളരുക, എങ്ങനെ വളം നൽകണം, ഒരു ചെടിയുടെ ഒരു ഭാഗം മറ്റൊരു ചെടിയുമായി എങ്ങനെ ഒട്ടിക്കാം, ചെടികൾക്ക് രോഗം വരുന്നത് എന്തുകൊണ്ട്, ഇങ്ങനെ നിരവധി ചോദ്യങ്ങൾക്ക് ഉത്തരം തേടിയ മനുഷ്യനായിരുന്നു അദ്ദേഹം. തന്റെ അറിവുകൾ അദ്ദേഹം വലിയൊരു കൃതിയിൽ രേഖപ്പെടുത്തി. കിതാബ് അൽ ഫിലാഹ, ദ ബുക്ക് ഓഫ് അഗ്രികൾച്ചർ. ഇത് മധ്യകാല അറബി ഭാഷയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കൃഷി ഗ്രന്ഥങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു. അദ്ദേഹത്തിന്റെ കിതാബ് അൽ ഫിലാഹയിൽ മുൻകാല ഗ്രീക്ക്, റോമൻ, അറബി കൃഷിജ്ഞാനികളിൽ നിന്നുള്ള വിവരങ്ങളും അന്തലൂസിലെ പ്രാദേശിക കൃഷി പരിചയങ്ങളും ഒരുമിച്ച് കാണാം. തനിക്ക് കിട്ടിയ അനുഭവങ്ങളും വിവരണങ്ങളും തന്റെ ഗ്രന്ഥത്തിൽ വിശദമായി രേഖപ്പെടുത്തി. ഇതൊരു സാധാരണ കൃഷി പുസ്തകമായിരുന്നില്ല. പിന്നീട് പ്രസിദ്ധീകരിച്ച സ്പാനിഷ് പരിഭാഷയിൽ 35 അധ്യായങ്ങളായി അഗ്രോണമി, കന്നുകാലി വളർത്തൽ, തേനീച്ച വളർത്തൽ തുടങ്ങി നിരവധി വിഷയങ്ങൾ ഉൾപ്പെട്ടിരുന്നു. അതിൽ ഏകദേശം 585 സസ്യങ്ങളെ കുറിച്ചുള്ള വിവരങ്ങളും 50-ലധികം ഫലവൃക്ഷങ്ങളുടെ കൃഷി രീതികളും രേഖപ്പെടുത്തി. ഇബ്നുൽ നവാം നമ്മെ ഓർമ്മിപ്പിക്കുന്ന മനോഹരമായൊരു കാര്യം കൂടെയുണ്ട്. ശാസ്ത്രം എല്ലായ്പ്പോഴും വലിയ കൊട്ടാരങ്ങളിലോ പരീക്ഷണശാലകളിലോ മാത്രം ജനിക്കുന്നതല്ല. ചിലപ്പോൾ അത് ഒരു കർഷകന്റെ മണ്ണിൽ നിന്ന്, ഒരു വിത്തിന്റെ വളർച്ചയിൽ നിന്ന്, ഒരു മരത്തിന്റെ കൊമ്പിൽ നിന്ന്, പ്രകൃതിയെ ശ്രദ്ധയോടെ നോക്കുന്ന ഒരു മനുഷ്യന്റെ കണ്ണുകളിൽ നിന്നും ജനിക്കാം.